നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലൂടെയാണ്. എന്ത് രസമല്ലേ ഒരു വിശാലമായ പാടം ഇങ്ങനെ കാണാൻ. അങ്ങ് ദൂരെ കണ്ടോ, കോട മൂടിയിട്ട് ആ ഒരു അത്രയും ലോങ് സൈറ്റ് കിട്ടുന്നില്ല. ക്യാമറ അത് ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല രസമുണ്ട് ഈ ഒരു പുറത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ യാത്ര ചെയ്യാൻ. നമ്മളൊരു 10:30 ആകുമ്പോഴത്തേക്കും ഡൽഹിയിലെത്തും. അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിന് ചാർജ് വന്നത് 490 രൂപയാണ്. നമുക്ക് അഹമ്മദാബാദിൽ നിന്ന് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും 2-3 പ്രാവശ്യം കൂടി ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യും. മാക്സിമം ട്രൈ ചെയ്യും. പറ്റുകയാണെങ്കിൽ മാക്സിമം വീഡിയോസ് ചെയ്യാൻ നോക്കും, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നോക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്താണെന്നറിയില്ല, നമ്മളുടെ മലയാളം ചാനലിന് ഈ ഒരു മാർക്കറ്റ് എക്സ്പ്ലോറിനോട് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഹിന്ദിയിൽ നമുക്കൊരു ചാനലുണ്ട്, അതിൽ ഞാൻ കുറഞ്ഞ വീഡിയോസ് ഇട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല പോസിറ്റീവ് കമൻറ്റുകളാണ്, നല്ല വ്യൂ കൗണ്ടാണ്. പക്ഷേ ഞാൻ ഈ ഒരു ചാനൽ, മലയാളം ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടായിട്ടായിരിക്കും, എന്താണെന്നറിയില്ല. ഹിന്ദി ചാനലായിട്ട് കമ്പയർ ചെയ്യുമ്പം നല്ല ഡൗണാണ്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നമ്മൾ ഈ ഒരു ചാനലിൽ ഹോൾസെയിൽ മാർക്കറ്റ് എക്സ്പ്ലോറിങ് മാത്രമല്ല ട്രാവൽ വീഡിയോസ് കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം, ഒരുപാട് പുതിയ ആളുകൾ ചാനലിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. ഓൾറെഡി വീഡിയോ നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഡിസ്റ്റർബ് ആവുമെന്നറിയാം. പിന്നെ നമ്മൾ ഇത്രയും ദൂരെ വന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, അത് നിങ്ങളുടെ കമൻറ്റ് പ്രകാരം തന്നെയാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ദൂരെയൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ എന്താ പറയുക, ഓരോരോ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്, അത് ഇത് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലോങ് വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു എന്താ പറയുക, നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പം സ്വാഭാവികമായിട്ടും എനിക്ക് അതിൻ്റെ ഹോൾസെയിൽ ഡീലറെ അടുത്ത് പോയിട്ട് ഞാൻ പെർമിഷൻ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പം എന്താ പറയുക, നിങ്ങൾ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് പർച്ചേസിനാണ്. നമ്മൾ മാക്സിമം നല്ല ഡീലർമാരെ അതുപോലെ നല്ല ആളുകളെ മാത്രമേ നമ്മൾ ഈ ഒരു ചാനൽ വഴി പരിചയപ്പെടുത്തുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഇന്നത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും എനിക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരും. ഞാൻ അറിയാത്ത ആളുകളുടെ വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ആക്കാൻ നോക്കുക. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യണം. പക്ഷെ നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തില്ല. മീൻസ് നല്ല ട്രസ്റ്റി ആയിട്ടുള്ള ആളുകളെ മാത്രമേ പരിചയപ്പെടുത്തൂ. ചറപറ വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. പിന്നെ ട്രാവൽ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾ ദയവേത് സപ്പോർട്ട് ചെയ്യുക. അതുകൂടി ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് വെറും ഹോൾസെയിൽ മാർക്കറ്റ് എക്സ്പ്ലോർ മാത്രമായിട്ട് നമുക്കൊരിക്കലും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ട്രാവൽ വീഡിയോസിനൊക്കെ വൻ ഷോക്കാണ്. നിങ്ങളത് ഇഷ്ടപ്പെടായിട്ടായിരിക്കും. ഇനി ശൈലിയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. തണുപ്പൊന്നുമില്ല, വിചാരിച്ചത്ര തണുപ്പൊന്നുമില്ല. നമ്മൾ നല്ല തണുപ്പ് പ്രതീക്ഷയാണ്, വലിയ തണുപ്പൊന്നുമില്ല. ഇത് ഓൾഡ് ഡൽഹിയാണ്. നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ ഇറങ്ങിയത്. ഇവിടുന്ന് ന്യൂഡൽഹിയിലേക്ക് 5 മിനിറ്റ് എങ്ങനെ ഉള്ളൂന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ല, നല്ലൊരു പഴയൊരു സ്റ്റൈലുള്ളൊരു കെട്ടിടം, നല്ല രസമുണ്ട്. ആ പേര് അർത്ഥാക്കിക്കൊണ്ടുള്ളൊരു ബിൽഡിങ്ങാണ്. എങ്ങോട്ടൊന്നില്ലാത്ത യാത്രയാണ് കേസ്, എങ്ങോട്ടൊന്നില്ലാത്ത യാത്രയാണ്. ഒരു മെട്രോ ഉണ്ടോ എന്ന് പോയി നോക്കട്ടെ. കരോൾ ബാഗിലോ
അല്ലെങ്കിൽ സദർ ബസാറിലോ അല്ലെങ്കിൽ കാശ്മീരി ഗേറ്റിലോ എവിടേക്കെങ്കിലും പോകണം നമുക്ക്. തെരുവ് കച്ചവടം കണ്ടില്ലേ, പെർഫ്യൂംസ് ഉണ്ട്, ചപ്പൽസ്, ഷൂ, ഫാനുകൾ, ട്രാക്ക് സ്യൂട്ട് 3/4, പുതപ്പുകൾ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, 10:30 റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് റൈറ്റ് സൈഡിലുള്ള റോഡ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ഫസ്റ്റ് പോകണം. എന്നിട്ട് നോക്കട്ടെ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കും. നടന്ന് തളർന്ന് പൈസ എടുപ്പ് പോലെ. ഇതാരാ ഉന്തുവണ്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരാൾ. ഉന്തുവണ്ടി ഇറക്കി സൈക്കിൾ റിക്ഷ എന്ന് പറയും. ഇവിടുത്തെ സ്പെഷ്യൽ വണ്ടിയാണിത്. ഉണ്ട്, പൂരി വെച്ചിട്ടുണ്ട്. ഡൽഹി പബ്ലിക് ലൈബ്രറി. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തിയിട്ടില്ല. എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു തിരുവാടില്ല. ഇന്ന് വലിയൊരു പണി കിട്ടി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ പോകാൻ വിചാരിച്ച മാർക്കറ്റുകളൊക്കെ ഏതാണ്ട് ഷോപ്പുകളൊക്കെ ഇന്ന് ലീവാണ്. അപ്പോൾ ഒന്ന് പോയിട്ട് കാര്യമല്ല. ഇന്നത്തെ ദിവസം എന്തായാലും വെറുതെ. ഇന്ന് വേറെ എവിടേക്കെങ്കിലും പോകണം, ആഗ്രയിലേക്ക് പോയാലോ എന്നിങ്ങനെ ഒരു തോന്നൽ. ഇതെല്ലാം നമുക്ക് നോക്കാം എവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ഒരു പ്ലാനിങ്ങും ഇല്ല. ആദ്യം പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം, എന്നിട്ട് റൂമെടുത്ത് ബാഗും ഇതൊക്കെ എവിടെയെങ്കിലും വെക്കണം. ഇത്രയും വെയിറ്റും താങ്ങി നടക്കാനാണല്ലോ, ഒരുപാട് ഈ സാധനങ്ങൾ ഇതിലുണ്ട്. നമ്മളിപ്പോൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ചാന്ദിനി ചൗക്കിലേക്ക്. അവിടുന്ന് ചാന്ദിനി ചൗക്കിൽ നിന്ന് നമുക്ക് ന്യൂഡൽഹിയിലേക്ക് മെട്രോ കയറണം. നമ്മളങ്ങനെ ഡൽഹി മെട്രോയിൽ ന്യൂഡൽഹിയിലേക്ക് പോവാണ്. ഇപ്പം മെട്രോയിൽ യാത്ര ചെയ്യണമെങ്കിൽ കാർഡ് വേണം, കാർഡില്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മളങ്ങനെ കാർഡ് വാങ്ങിച്ചു. 150 രൂപയാണ് കാർഡിൻ്റെ പൈസ വരുന്നത്. ഞാൻ മുന്നേ ഇവിടെ വന്നിരുന്നു, ഒരു 4-5 വർഷം മുന്നേ വന്നതാണ്. അപ്പം 100 രൂപയായിരുന്നു. ഇപ്പം 150ൻ്റെ നമ്മൾ കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ 100 രൂപ ബാലൻസ് ഉണ്ടാവും. കാർഡ് കാണിച്ചു തരാം. ഇതാണ് കാർഡ്, മെട്രോ കാർഡ്. എന്തായാലും നമുക്ക് പിന്നെ ഇവിടുന്ന് വിടാം, ന്യൂഡൽഹിയിലേക്ക് പോവാം. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത യാത്രയാണ്. അതുകൊണ്ടാണ് മുന്നേ ഞാൻ കാരോൾ ബാഗ് പോവാം, അവിടെ പോവാന്നൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ ന്യൂഡൽഹിയിലേക്ക് മെട്രോയിൽ കയറി. അടുത്ത സ്റ്റോപ്പാണ്, തൊട്ടടുത്ത സ്റ്റോപ്പാണ്. ഓരോ 3 മിനിറ്റ് കൂടുമ്പം ഇതുണ്ട്, മെട്രോ ഉണ്ട്. നമ്മളങ്ങനെ ന്യൂഡൽഹിയിലെത്തി. റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടോ. ബാഗൊക്കെ നമ്മൾ റൂമിൽ വെച്ച് തിരിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നതാണ്. ഇവിടെ കണ്ടില്ലേ റിക്ഷകൾ കണ്ടോ, സൈക്കിൾ റിക്ഷ. ഇത് ഇലക്ട്രിക്കൽ ഉണ്ട്, എല്ലാ 2-3 ടൈപ്പ് റിക്ഷകളുണ്ട് തോന്നുന്നുണ്ട്. സൈക്കിൾ റിക്ഷകളും കുറേ കാണുന്നുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തത്, സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഈ ഹോട്ടലാണ് നമ്മൾ റൂം എടുത്തത്, മർവാരി ഗസ്റ്റ് ഹൗസ്. ഒരു വലിയ പൈസ പറഞ്ഞു, നമ്മൾ പേശി ഒരു 600-ന് സെറ്റാക്കി. ഭക്ഷണം കഴിച്ചാലും കുറച്ച് സമാധാനം ഉണ്ട് അല്ലേ. 108 റൂം നമ്പർ. റൂം കാണിച്ചു തരാം, കോമഡിയാണ്. ഇതാണ് റൂം, ചെറിയൊരു ഇടിഞ്ഞ റൂം. ഇതവിടെ ടോയ്ലറ്റ് ഉണ്ട്. 600 രൂപ. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ മഹാരാഷ്ട്രയിലെ ബൊരിവാളിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ട്രെയിനിൽ വന്നു. അഹമ്മദാബാദിലെ 2-3 ഷോപ്പുകൾ എക്സ്പ്ലോർ ചെയ്തു. കൂടുതൽ സമയം കിട്ടിയിട്ടില്ല, അവിടെ ഒരുപാട് ഷോപ്പുകൾ പരിചയപ്പെടുത്താനുണ്ട്. നമ്മളിത് ചെറിയൊരു 10 ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു. എല്ലാം കവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരോ സ്ഥലത്തും അതിൻ്റെ രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം അഹമ്മദാബാദിലൊന്നും
സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സൂറത്തിലുള്ള ഒരുപാട് മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അത് വരുന്ന വീഡിയോസിൽ ഞാൻ ചെയ്യും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളങ്ങനെ അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലെത്തി. ഓൾഡ് ഡൽഹിയിലേക്കാണ് ട്രെയിൻ കയറിയത്. ഓൾഡ് ഡൽഹിയിൽ നിന്ന് മെട്രോ പിടിച്ചു, ന്യൂഡൽഹിയിൽ വന്നു. ന്യൂഡൽഹിയിൽ ഇവിടെ അടുത്ത് തന്നെ റൂമെടുത്തു. റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത വീഡിയോയിൽ ഡൽഹിയിലെ കുറച്ച് കാഴ്ചകളും ഡൽഹിയിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക. മാർക്കറ്റ് എക്സ്പ്ലോറിംഗ് ആയിരിക്കില്ല. മാർക്കറ്റ് എക്സ്പ്ലോർ ഉണ്ടാവും ഇവിടെ. മൊബൈൽ ആക്സസറീസിൻ്റെ ഹോൾസെയിൽ, അതുപോലെ തന്നെ നമ്മളുടെ വണ്ടിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ഹോൾസെയിൽ, അതൊക്കെ പറ്റുകയാണെങ്കിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അതുകൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും വരാനൊരു പ്ലാൻ ഉണ്ട്. കാരണം ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് ഇത് ചെയ്യും. അതൊന്നും നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.